ഹായ് എവരിവൺ. OET റൈറ്റിംഗിലെ ഇനീഷ്യൽ 5 മിനിറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ആദ്യം തന്നെ ആദ്യത്തെ 5 മിനിറ്റ്സ് എങ്ങനെ അപ്രോച്ച് ചെയ്ത് ഒരു ലെറ്റർ ഓർഗനൈസ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഒരു OET ടാസ്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വായിക്കുന്നത് റൈറ്റിംഗ് ടാസ്ക് ആണല്ലേ. അപ്പോൾ ആ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യത്തെ 5 മിനിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റീഡ് ദ റൈറ്റിംഗ് ടാസ്ക് കംപ്ലീറ്റ്ലി. ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നതിന് മുമ്പേ റൈറ്റിംഗ് ടാസ്ക് നോക്കുമ്പോൾ അവിടെ നമ്മുടെ റീഡർ ആരാണെന്നും റീഡറിന്റെ കംപ്ലീറ്റ് അഡ്രസ്സും നമുക്ക് വ്യക്തമായിട്ട് റൈറ്റിംഗ് ടാസ്കിൽ തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില ടാസ്കുകളിൽ നമ്മുടെ റൈറ്റിംഗ് കേസ് നോൺ കേസ് ആണോ അതോ അൺനോൺ കേസ് ആണോ എന്ന് കൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്താണെന്നും ചില റൈറ്റിംഗ് ടാസ്കുകളിൽ നിന്ന് വ്യക്തമായിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ തന്നെ എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യണം? നമ്മുടെ റീഡർ ആരാണെന്നും അതുപോലെ തന്നെ റീഡറിന്റെ കംപ്ലീറ്റ് അഡ്രസ്. ചില സാഹചര്യങ്ങളിൽ റീഡറിന്റെ പേര് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, ദ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, ദ ന്യൂറോളജിസ്റ്റ്, ദ ഓങ്കോളജിസ്റ്റ് എന്നിങ്ങനെ അവരുടെ ഡെസിഗ്നേഷൻ മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുന്നത്. അങ്ങനെയുള്ള ടാസ്കുകൾ അല്ലാതെ ചില ടാസ്കുകളിൽ അവരുടെ പേരെടുത്ത് പറയാറുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതിനുശേഷം അവരുടെ അഡ്രസ്സ് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് കേസ് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്നാണ്. ചില ടാസ്കുകളിൽ പറഞ്ഞിരിക്കുക റൈറ്റ് എ റെഫറൽ ലെറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ലെറ്റർ ആണോ അത് പേഷ്യന്റിന്റെ നെയിം തന്നിട്ട് ഹിസ് ഓർ ഹെർ GP എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറയുന്ന ലെറ്റേഴ്സുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്? നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹിസ് ഓർ ഹെർ GP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സ്വന്തം GPക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ GPക്ക് ഓൾറെഡി ആ പേഷ്യൻറ്റിനെ പറ്റിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ നമ്മളത് നോൺ കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ബാക്ക് ലെറ്റേഴ്സ് വരാറുണ്ട്. പേഷ്യൻറ്റിനെ നമ്മൾ തിരിച്ച് അവർ വന്ന ഒരു ഫെസിലിറ്റി, അതായത് ഏജ്ഡ് ഹോം പോലൊരു ഫെസിലിറ്റിയിലേക്ക് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ഒരു നോൺ കേസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ടാസ്ക് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന് ചില ടാസ്കുകളിൽ നിന്ന് നമുക്ക് റൈറ്റിംഗ് ടാസ്കിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മനസ്സിലാകും. ഇതൊന്നും കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. റീഡറിന്റെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉടനെ മനസ്സിലേക്ക് വരേണ്ട കാര്യമാണ് എൻഡ് ഓഫ് ദി ലെറ്ററിൽ നമ്മൾ യുവർ സിൻസിയർലി ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ റീഡറിന്റെ പേര് തരാത്ത സാഹചര്യം, ഞാൻ പറഞ്ഞതുപോലെ ദ ന്യൂറോളജിസ്റ്റ്, ദ ഓങ്കോളജിസ്റ്റ് അങ്ങനെ നെയിം തരാതെ ഡെസിഗ്നേഷൻ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് വേണം എഴുതാൻ. ഇതൊക്കെ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്തെ ചിന്തിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ലാസ്റ്റ് വരുന്ന ആ ഒരു ടൈം മാനേജ്മെന്റിൽ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം വരുന്നില്ല. ഓൾറൈറ്റ്, നമ്മളിപ്പോൾ റൈറ്റിംഗ് ടാസ്ക് വായിച്ചു കഴിഞ്ഞു. ഇനി നേരെ കേസ് നോട്ടിലെ ഓരോ പോയിന്റാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ റീഡർ ആരാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ പോയിന്റും വായിക്കാൻ. അപ്പോൾ ഈ റീഡറിനോട് നമ്മൾ ഓരോ പോയിന്റ് പറയുന്നതിലും എത്രത്തോളം റെലവൻസി ഉണ്ട് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മളൊരു ഓങ്കോളജിസ്റ്റിനാണ് ലെറ്റർ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓങ്കോളജിസ്റ്റിനോട് പറയുന്ന ഓരോ പോയിന്റ്സും ആ ഓങ്കോളജിസ്റ്റ് അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ റീഡിങ്ങിൻ്റെ ടൈമിൽ തന്നെ മനസ്സിലാക്കണം. അതായത് ഓങ്കോളജി റിലേറ്റഡ് ആയിട്ട് പേഷ്യൻറ്റിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെലവൻറ്റ് പോയിന്റ് ആയിരിക്കും. അല്ലാതെ വരുന്ന പേഷ്യൻറ്റിൻ്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ പേഷ്യൻറ്റിന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുൻപ് ഒരു ഫ്രാക്ചർ ഉണ്ടായി, അങ്ങനെയൊക്കെ പറയുന്ന പോയിന്റ്സ് നമുക്ക് എന്താണ് ഇറലവൻ്റ് ആയിട്ടോ സെമി റിലവൻ്റ് ആയിട്ടോ കൺസിഡർ ചെയ്യാം. ലാസ്റ്റിലേക്ക് വരുമ്പോൾ വേർഡ് കൗണ്ട് അനുസരിച്ച് നമുക്കത് ഓർഗനൈസ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ആദ്യത്തെ 5 മിനിറ്റ്സിൽ അപ്പോൾ നമ്മൾ ലെറ്റർ ഓർഗനൈസ് ചെയ്തു. ഓരോ പോയിന്റ് വായിക്കുമ്പോഴും ഓരോ ബോഡി പാരഗ്രാഫ് വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇതിനെല്ലാം ശേഷം നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 5 മിനിറ്റ്സ്, ഓൾറെഡി റീഡിങ് 5 മിനിറ്റ്സ് കഴിഞ്ഞു. അടുത്ത റൈറ്റിംഗ് ടൈം തുടങ്ങുമ്പോൾ എല്ലാവരും ഡയറക്റ്റ് ടുഡേയ്സ് ഡേറ്റ് എഴുതി സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം
നിങ്ങൾ ആ ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ ഒരു 5 മിനിറ്റ്സ് കൂടെ എടുത്ത് പെൻസിൽ യൂസ് ചെയ്ത് ഓരോ പോയിന്റിന്റെ നേരെയും ഇത് റെലവൻ്റ് ആണോ, ഈ പോയിന്റ് എത്രാമത്തെ ബോഡി പാരഗ്രാഫിൽ കൊണ്ടുവരണം. ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് ആണെങ്കിൽ 1 എന്നോ ഇല്ലെങ്കിൽ ജസ്റ്റ് എ എന്നോ നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെ ഓരോ ബോഡി പാരഗ്രാഫിനെയും കണക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്, സെക്കൻഡ് ബോഡി പാരഗ്രാഫ്, തേർഡ് ബോഡി പാരഗ്രാഫ് എന്ന് നമുക്ക് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്ലാനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കുക. അഗെയിൻ ഡിസ്ചാർജ് പ്ലാനിൽ ജസ്റ്റ് ടിക്കിട്ട് വെക്കുക. അതായത് നമ്മൾ ഇത് ഓൾറെഡി ബോഡി പാരഗ്രാഫിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. അതായത് ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് പേഷ്യൻറ്റിന് നമ്മൾ ഫിസിയോതെറാപ്പിയോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തു, ഇല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ പേഷ്യൻറ്റിന് കൊടുത്തു. അത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ആ ടാസ്കിൽ ലെറ്റർ എഴുതി വരുമ്പോൾ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതി ചേർക്കാറുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് നമ്മൾ കൊടുത്തു, പക്ഷേ ഡിസ്ചാർജ് പ്ലാനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണോ അതിൻ്റെ കൂടെ നമ്മൾ വിച്ച് നീഡ്സ് ടു ബി കണ്ടിന്യൂഡ് എഴുതി ചേർക്കാറുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് പ്ലാനും കൂടി നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു ഓർഗനൈസേഷൻ കിട്ടും. ഓവറോൾ നമ്മുടെ റൈറ്റിങ്ങിന് അപ്പോൾ എന്തുണ്ടാകും, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകും. അത് കൂടാതെ വരുന്ന കാര്യങ്ങൾ മാത്രം പിന്നെ ഡിസ്ചാർജ് പ്ലാനിൽ ആഡ് ചെയ്താൽ മതിയാകും. ഞാൻ പറഞ്ഞു വന്നത് റീഡിംഗ് ടൈം കഴിഞ്ഞ് നമ്മൾ പെൻസിൽ യൂസ് ചെയ്ത് ഓരോ പോയിന്റും ഏത് ബോഡി പാരഗ്രാഫിലാണോ ആഡ് ചെയ്യേണ്ടതെന്ന് കൂടെ ഒരു 2 to 3 മിനിറ്റ്സ്, മാക്സിമം 5 മിനിറ്റ്സ് എടുത്ത് നമുക്ക് ഓർഗനൈസ് ചെയ്യുവാണെങ്കിൽ എൻ്റയർ ലെറ്ററിനൊരു ഓർഗനൈസേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ടൈം നമുക്ക് പിന്നീട് ആലോചിച്ച് ലെറ്ററിന് വേസ്റ്റ് ആകേണ്ടി വരുന്നില്ല. അങ്ങനെ സേവ് ചെയ്യാൻ വരുന്ന ടൈം നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ പ്രൂഫ് റീഡിങ്ങിന് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്ത് മൈനർ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജെൻഡർ ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. ഓരോ സെൻറ്റൻസ് ഒരു 3 പ്രാവശ്യം വായിച്ചു നോക്കി ജെൻഡർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, നമ്മളുടെ രീതിക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നും വന്നില്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നെക്സ്റ്റ് റൈറ്റിംഗ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ജിനൂസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.